കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ച പാർട്ടികളുടെ സമരത്തിന്റെ പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ടിൽ ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ RSSന്റെ നിലപാട് മുതൽ IB റിപ്പോർട്ട് വരെ അതിന് കാരണമായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടെ നിൽക്കേണ്ട സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിന് പകരം അത് നിർത്താതെ നടത്തുന്ന ചില തീരുമാനങ്ങൾ പലപ്പോഴും കുഴിയിലേക്ക് ഈ സർക്കാർ സംവിധാനത്തെ എത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു രാജി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലായി പുറത്തു വരുന്ന കാര്യം. കാരണം RSSന് മുൻപ് കഴിഞ്ഞ 7 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ: യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കാണണം, ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കണം, മൂന്നാമത്തേത് യുവതലമുറയെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ മേഖലയിലെ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പരിഹരിക്കാനും ശ്രമിക്കണം എന്നുള്ളത് RSS നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. ഒടുവിൽ മാതൃസംഗമത്തിൽ RSS തലവൻ മോഹൻ ഭഗവതിന് തുറന്നു പറയേണ്ടി വന്നു: ആജ്ഞാപിക്കുന്നവരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, ആജ്ഞാപിക്കുകയും അതിനു മുമ്പിൽ അനുസരിക്കുകയും ചെയ്യുന്നവരുടെ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ കാലഘട്ടമാണ്, അവർക്ക് അതിന് കൃത്യമായി യുക്തിസഹമായ ഉത്തരങ്ങൾ അനിവാര്യമാണ് എന്നുകൂടി പറഞ്ഞപ്പോഴേക്കും ആ മേഖലയിൽ നിന്നും, പ്രത്യേകിച്ച് ആ മേഖല സർക്കാരിന് നൽകിയിരുന്ന ഒരു കലവറയില്ലാത്ത ഒരു പിന്തുണ, അല്ലെങ്കിൽ ആ മേഖലയിലെ സോഷ്യൽ മീഡിയ നൽകിയിരുന്ന ഒരു പിന്തുണ ഒന്നും ഈ സമരത്തിൽ സർക്കാരിനൊപ്പം നിലകൊള്ളുന്നത് തുടക്കം മുതലേ കണ്ടിരുന്നില്ല. പ്രതിരോധിക്കേണ്ട പല സംവിധാനങ്ങളും പ്രതിരോധിച്ച് രംഗത്ത് എത്തുന്നതും നമ്മൾ കണ്ടിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ്, കാരണം ഈ നീറ്റിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോരുന്നതിനെ കുറിച്ച് വിഷയമുന്നയിച്ച് ആദ്യം രംഗത്തെത്തിയത് വിദ്യാർത്ഥി പരിഷത്തായിരുന്നു, ABVP തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ആ ഒരു സംഘടനാ തലത്തിൽ നിൽക്കുന്നു. IB റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ സമരത്തെ തുടക്കത്തിൽ തന്നെ പോലീസും മറ്റും കുട്ടിക്കളിയായി കണ്ടു, വളരെ ചെറിയൊരു സംഘത്തിന്റെ പ്രവൃത്തിയായി മാത്രമാണ് ഇതിനെ വിലയിരുത്തിയതും കണ്ടതും. പക്ഷേ ഈ സംഘത്തിലേക്ക് 2500ഓളം പേർ വരുന്ന ക്രിമിനൽ സംഘങ്ങൾ നുഴഞ്ഞു കയറി. ആ സംഘങ്ങളൊക്കെ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുമാണ്. നുഴഞ്ഞു കയറുകയും വിഘടനവാദികളും ഈ ഭീകര സംഘടനകളും അടക്കമുള്ളവർ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി അതൊരു കലാപമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള IB റിപ്പോർട്ടും കൂടി സർക്കാർ പരിഗണനയ്ക്കെടുത്തു. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട, അതിനു പകരം ഇത് അവസാനിപ്പിക്കുക, അതിനുശേഷം വീണ്ടും ഈ കാര്യങ്ങൾ ഒരു ശുദ്ധീകരണം നടത്തി മുൻപോട്ട് പോവുക എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.